ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളൊക്കെ ആഗ്രഹിച്ച് നടന്ന ഒരു സംഭവമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത്. അതായത് നമ്മൾ വാട്സപ്പിലൂടെ ഒരുപാട് മെസ്സേജുകൾ കൈമാറുന്നവരാണ്. വോയിസ് മെസ്സേജുകൾ, അതുപോലെ തന്നെ നമ്മൾ പാട്ട് പാടുന്നവരാണെങ്കിൽ പാട്ടുകൾ നമ്മൾ ഒരു ഓൺ വോയിസിൽ നമ്മൾ അത് അയച്ചു കഴിഞ്ഞാൽ, വാട്സപ്പിൽ അയച്ചു കഴിഞ്ഞാൽ അത് സാധാരണ ഒരു വോയിസ് ക്വാളിറ്റി ആയിരിക്കും ഉണ്ടാകുക. എന്നാൽ നമുക്ക് എക്കോ എഫക്റ്റോട് കൂടി സ്റ്റുഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് പാടുന്നത് അതുപോലെ തന്നെ നമ്മൾക്കൊരു പാട്ട് പാടി വാട്സപ്പിൽ ഓൺ വോയിസിൽ തന്നെ സെൻഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഒരു വോയിസ് നമുക്ക് അയക്കണമെങ്കിൽ അതും ഈ ഒരു സ്റ്റുഡിയോ ക്വാളിറ്റിയോട് കൂടി എഫക്റ്റോട് കൂടി എക്കോ എഫക്റ്റോട് കൂടി നമുക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കും. അതും ഓൺ വോയിസിൽ തന്നെ. എങ്ങനെയാണ് വാട്സപ്പിൽ ഇതൊക്കെ ചെയ്യാൻ സാധിക്കുന്നത്? നമുക്കിപ്പോൾ ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. എന്തിനു വേറൊരു സൂര്യോദയം, നീയൻ പൊന്നുഷ സന്ധ്യയല്ലേ. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഈ രൂപത്തിൽ നമുക്ക് വാട്സപ്പിൽ ഓൺ വോയിസിൽ തന്നെ പാട്ടുകളും വോയിസുകളും ഒക്കെ എക്കോ എഫക്റ്റോട് കൂടി സെൻഡ് ചെയ്യാൻ സാധിക്കും. എങ്ങനെയെന്ന് തുടർന്ന് നിങ്ങൾ വീഡിയോ കണ്ട് മനസ്സിലാക്കുക. അതിനായിട്ട് നമുക്കൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെയായിരിക്കും ഇതിൻ്റെ ഇൻ്റർഫേസ് കാണുക. വലതുവശത്ത് മുകളിൽ കാണുന്ന 3 ഡോട്ട്സിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ സെറ്റിങ്സ് നിങ്ങൾ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇൻസ്റ്റൻറ്റ് റീപ്ലേ എന്ന ഭാഗത്ത് ഓണിലാണെങ്കിൽ, നിങ്ങൾ ഓഫിലാണെങ്കിൽ ഓൺ ആയി കൊടുക്കുക ഏറ്റവും മുകളിൽ. അതിനുശേഷം എക്കോ എഫക്റ്റ് എന്ന ഭാഗത്ത് ഓഫിലായിരിക്കും ഉണ്ടാകുക. അതും ജസ്റ്റ് ഒന്ന് ഓൺ ആയി കൊടുക്കുക. ഇത് രണ്ടും ഓൺ ആക്കിയതിന് ശേഷം നിങ്ങളിവിടെ റെക്കോർഡ് ബട്ടൺ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഹോൾ ടു റെക്കോർഡാണോ വേണ്ടത്, ടാപ്പ് ടു റെക്കോർഡാണോ വേണ്ടത് എന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കാം. ഇൻബിൽട്ടായിട്ട് ഹോൾ ടു റെക്കോർഡാണ് ഇവിടെ സെലക്റ്റഡ് ആയിട്ടുള്ളത്. ഹോൾ ടു റെക്കോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ റെക്കോർഡ് ബട്ടണിൽ പ്രസ് ചെയ്ത് അങ്ങനെ തന്നെ പിടിച്ചോട് നിൽക്കണം, എങ്കിൽ മാത്രമേ റെക്കോർഡ് ആക്കുകയുള്ളൂ. ടാപ്പ് ടു റെക്കോർഡാണ് കുറച്ചുകൂടി നല്ലത്. അതായത് ഒരു പ്രാവശ്യം ടാപ്പ് ചെയ്താൽ പിന്നെ അത് റെക്കോർഡ് ആയിക്കോളും. നമുക്കതിനെ അതിൻ്റെ മുകളിൽ തന്നെ ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കേണ്ട ആവശ്യം ഇല്ല. ഞാനിവിടെ ടാപ്പ് ടു റെക്കോർഡാണ് തിരഞ്ഞെടുക്കുന്നത്. ഇവിടെ ഞാൻ അത് തിരഞ്ഞെടുത്തു. തൊട്ട് താഴെ നിങ്ങൾക്ക് എക്കോ വോളിയം എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും. അത് നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഇൻബിൽട്ടായിട്ട് 40% ഉള്ളത്. ഞാൻ അത് മാറ്റി 30% മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ആവശ്യമുള്ള അനുസരിച്ച് നിങ്ങൾക്ക് എക്കോ വോളിയം സെലക്ട് ചെയ്യാം കേട്ടോ. ഭയങ്കര എക്കോ എഫക്റ്റ് വേണമെന്നുള്ളവർക്ക് ഇത് ഏകദേശം 30, 20, 40 ഇൻബിൽട്ടായിട്ട് ഇതിലുള്ളതാണ്. ഞാനിപ്പോൾ 30 തിരഞ്ഞെടുത്തത്. അതിനുശേഷം എക്കോ ഡിലേ എന്ന ഭാഗത്ത് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 0.5 ഉള്ളത്. അത്രയും ഡിലേ നമുക്ക് ആവശ്യമില്ല. ഞാനിവിടെ 0.3 സെലക്ട് ചെയ്തു. ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഇത് രണ്ടും സെലക്ട് ചെയ്യാം കേട്ടോ. ഞാനിപ്പം ബാക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ റെക്കോർഡ് ബട്ടണിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് റെക്കോർഡാക്കാൻ സാധിക്കും. റെക്കോർഡ് ചെയ്ത് നമുക്ക് പ്ലേ ചെയ്യണമെങ്കിൽ റീപ്ലേ എന്ന ഭാഗത്ത് പ്ലേ ചെയ്യാനും സാധിക്കും. ഇനി എങ്ങനെയാണ് വാട്സപ്പിൽ ഓൺ വോയിസിൽ ഇത് സെറ്റ് ചെയ്ത് അയക്കുന്നത് എന്ന് നമുക്ക് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. വീഡിയോയിൽ കാണുന്ന പോലെ കൃത്യമായിട്ട് നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്കിത് വർക്കാകുകയുള്ളൂ. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവനായിട്ടും കാണണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്കിത് സക്സസ് ആയിട്ട് വർക്ക് ചെയ്യിക്കാൻ സാധിക്കുകയുള്ളൂ. ഞാൻ ആദ്യമായിട്ട് ഇപ്പോൾ ഒരു വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനത് മിനിമൈസ് ചെയ്യുകയാണ്. മിനിമൈസ് ചെയ്തിട്ട് ഞാൻ മറ്റൊരു ആപ്ലിക്കേഷൻ കൂടി, ആ ഒരു എഫക്റ്റുള്ള എക്കോ എഫക്റ്റുള്ള ആ ആപ്ലിക്കേഷൻ കൂടി ഞാൻ ഓപ്പൺ ചെയ്തു. ഞാനത് മിനിമൈസ് ചെയ്തു. ഇപ്പോൾ റീസെൻറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അതൊക്കെ ചെറുതായിട്ടിങ്ങനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ ആ ഒരു ഐക്കണിൽ, വാട്സപ്പിൻ്റെ ആ ഒരു ഐക്കണിൽ തന്നെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓപ്പൺ ഇൻ സ്പ്ലിറ്റ് സ്ക്രീൻ വ്യൂ. ഇത് നിങ്ങളുടെ മൊബൈലിൽ ഉണ്ടോ എന്ന് ആദ്യം നോക്കുക. അധിക മൊബൈലും ആപ്പ് ഇൻഫോ എന്ന് മാത്രമേ കാണുകയുള്ളൂ, മറ്റുള്ള ഓപ്ഷനുകളൊന്നും കാണുകയില്ല. ഇത് നിങ്ങളുടെ മൊബൈലിൽ എനേബിൾ ചെയ്യാൻ മൊബൈലിൻ്റെ സെറ്റിങ്സിൽ തന്നെ നിങ്ങൾ മാറ്റങ്ങൾ വരുത്തണം. അതിനായിട്ട് നമുക്ക് ആദ്യം മൊബൈലിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം. മൊബൈലിൻ്റെ സെറ്റിങ്സ് ഞാൻ എടുക്കുകയാണ്. ഓപ്പൺ ചെയ്തതിന് ശേഷം ഏറ്റവും താഴെ നിങ്ങൾക്കിവിടെ എബൌട്ട് ഫോൺ എന്ന് നിങ്ങൾ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കുറച്ച് താഴെയായിട്ട് നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബിൽഡ് നമ്പർ എന്നും കേണൽ വേർഷൻ എന്നും 2 ഓപ്ഷനുണ്ട്. ചില മൊബൈലിൽ കേണൽ വേർഷൻ മാത്രമേ ഉണ്ടാവൂ, ചില മൊബൈലിൽ ബിൽഡ് നമ്പർ തന്നെ നിങ്ങൾക്ക് വേറെ സെപ്പറേറ്റ് കാണാൻ സാധിക്കും.
ഇനി ഇങ്ങനെയൊരു ബിൽഡ് നമ്പർ നിങ്ങൾക്ക് കാണുന്നില്ല എങ്കിൽ സെർച്ച് ബാറിൽ, സെറ്റിങ്സിൻ്റെ സെർച്ച് ബാറിൽ തന്നെ ബിൽഡ് നമ്പർ എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ 7 പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക. ഞാനിപ്പോൾ 7 പ്രാവശ്യം ക്ലിക്ക് ചെയ്യാണ്. 7 അതിലധികമോ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും, കുറച്ച് താഴെയായിട്ട് നേരത്തെ കണ്ട എബൌട്ട് ഫോണിൻ്റെ തൊട്ട് താഴെയായിട്ട് ഇവിടെ ഡെവലപ്പർ ഓപ്ഷൻ എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ടാകും. നിങ്ങളുടെ മൊബൈലിൽ ഡെവലപ്പർ ഓപ്ഷൻ ഇല്ല എങ്കിൽ മാത്രമേ നിങ്ങളിത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഡെവലപ്പർ ഓപ്ഷൻ നിങ്ങൾക്ക് ചിലപ്പോൾ ഇതുപോലെ താഴെ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. ചില മൊബൈലുകളിൽ പല സ്ഥലങ്ങളിലായിരിക്കും, ഓരോ ലൊക്കേഷനിലായിരിക്കും ഇത് ഉണ്ടാകുക. നമ്മൾ എബൌട്ട് ഫോണിൻ്റെ ആ ഒരു ബിൽഡ് നമ്പറിൽ ക്ലിക്ക് ചെയ്തിട്ടും ഡെവലപ്പർ ഓപ്ഷൻ നിങ്ങൾക്ക് എനബിൾ ആയത് എവിടെയെന്ന് കണ്ടെത്തുന്നില്ല എങ്കിൽ തന്നെ നിങ്ങൾക്കിവിടെ സെർച്ച് ബാറിൽ ഡെവലപ്പർ ഓപ്ഷൻ എന്ന് സെർച്ച് ചെയ്താൽ മതി. ഇവിടെ ഡെവലപ്പർ ഓപ്ഷൻ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ വരും. അങ്ങനെ ഞാൻ ഇവിടെ DEV എന്ന് മാത്രമേ ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുള്ളൂ. ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡെവലപ്പർ ഓപ്ഷൻ ഇവിടെ കാണുന്നുണ്ട്. അത് നമ്മൾ ഓപ്പൺ ചെയ്താൽ മതി. നേരത്തെ കണ്ട അതേ ഓപ്ഷൻ തന്നെയാണ് ഡെവലപ്പർ ഓപ്ഷൻ എൻ്റെ മൊബൈലിൽ ഇവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കാണുന്നില്ല എങ്കിലാണ് ഞാനിങ്ങനെ സെർച്ച് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. അപ്പോൾ ഡെവലപ്പർ ഓപ്ഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നേരത്തെ ഓപ്പൺ ചെയ്ത അതേ ഓപ്ഷൻ തന്നെ വന്നിട്ടുണ്ടാവും. ഇത് ഓഫിലായിരിക്കും ഉണ്ടാകുക. നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കണം. ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും താഴെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു 3 ഓപ്ഷൻസുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ താഴേക്ക് വരിക. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് 3 ഓപ്ഷൻസുകൾ, ഇത് വളരെയധികം ശ്രദ്ധിക്കണം. ഈ ഓപ്ഷൻസുകൾ തന്നെ നിങ്ങൾ ഓപ്പൺ ചെയ്യണം. അതായത് എനബിൾ ഫ്രീ ഫ്രം വിൻഡോസ് എന്ന ഭാഗം നിങ്ങൾ ഓപ്പൺ ചെയ്യുക. അതുപോലെ തന്നെ ഫോഴ്സ് ഡെസ്ക്ടോപ്പ് മോഡ് എന്ന ഭാഗം നിങ്ങൾ ഓപ്പൺ ചെയ്യുക. അതുപോലെ തന്നെ മൾട്ടി വിൻഡോ ഫോർ ഓൾ ആപ്സ് എന്ന ഭാഗവും നിങ്ങൾ ഓൺ ചെയ്യുക. ഈ 3 കാര്യം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ ബാക്ക് വരുമ്പോൾ നിങ്ങൾക്കിവിടെ വാട്സപ്പ്, ഇപ്പോൾ റീസെൻറ്റ് ബട്ടൺ അടിച്ചിട്ട് വാട്സപ്പ് ഞാനിപ്പോൾ എടുക്കുകയാണ്. വാട്സപ്പ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ആ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓപ്പൺ ഇൻ സ്പ്ലിറ്റ് സ്ക്രീൻ വ്യൂ എന്നത് നിങ്ങൾക്ക് എനബിൾ ആയിട്ട് വരും. ഇത് എനബിൾ ആയിട്ടില്ലാത്തവർക്കാണ് എനബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ. ഇനി അങ്ങനെയും നിങ്ങൾക്ക് എനബിൾ ആകുന്നില്ലെങ്കിൽ വീഡിയോ അവസാനം വരെ കാണുക. മറ്റൊരു രീതിയിലൂടെ നമുക്കിത് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. അതൊന്നും എനബിൾ ആകാത്തവർക്കാണ് ഞാൻ ആ ഒരു മറ്റൊരു രീതിയും കൂടി കാണിക്കുന്നത്. ഞാനിവിടെ എക്കോ എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു. അതിനുശേഷം അത് മിനിമൈസ് ചെയ്തു. അതിനുശേഷം ഞാൻ വാട്സപ്പും കൂടി ഓപ്പൺ ചെയ്തു. ഞാൻ അതും മിനിമൈസ് ചെയ്തു. ഇനി റീസെൻറ്റ് ബട്ടൺ ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ മിനിമൈസ് ചെയ്ത ആപ്ലിക്കേഷൻസുകളൊക്കെ കാണാം. ആ ആപ്ലിക്കേഷൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഓപ്പൺ ഇൻ സ്പ്ലിറ്റ് സ്ക്രീൻ വ്യൂ എന്ന് കാണാൻ സാധിക്കും. ഞാൻ അവിടെ ക്ലിക്ക് ചെയ്യാണ്. അത് പകുതിയിൽ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വാട്സപ്പ് നമുക്കിവിടെ ഓപ്പൺ ചെയ്യാം. വാട്സപ്പ് മാത്രമല്ല ഏത് ആപ്ലിക്കേഷനും ഓപ്പൺ ചെയ്യാം. ഞാനിപ്പോൾ വാട്സപ്പും കൂടി ഓപ്പൺ ചെയ്തിട്ട് എൻ്റേതായിട്ടുള്ള ഒരു അക്കൗണ്ടും കൂടി ഞാനിവിടെ ഓപ്പൺ ചെയ്യണം. എനിക്ക് ഈ അക്കൗണ്ടിൽ എക്കോ വോയിസിൽ പാട്ട് അല്ലെങ്കിൽ വോയിസ് അയക്കണം. ഞാൻ അതിനായിട്ട് ഇവിടെ റെക്കോർഡ് എന്ന ഭാഗത്ത് ടാപ്പ് ചെയ്യണം. അതായത് ലോങ് പ്രസ് ചെയ്യുന്ന ഓപ്ഷനുമുണ്ട്, ടാപ്പ് ചെയ്ത് ഉടനെ തന്നെ റെക്കോർഡ് ചെയ്യുന്ന ഓപ്ഷനുമുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചു തന്നതാണ്. ആ സെറ്റിങ്സൊക്കെ നമ്മൾ ചെയ്തതാണ്. ഞാനിവിടെ റെക്കോർഡ് ചെയ്യാൻ പോവുകയാണ്. ഞാനവിടെ പ്രസ് ചെയ്തിട്ട് എന്തിനു വേറൊരു സൂര്യോദയം നീയൻ പൊന്നുഷ സന്ധ്യയല്ലേ. ഞാനിവിടെ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അതൊന്ന് കേട്ടു നോക്കാം. എന്തിനു വേറൊരു സൂര്യോദയം നീയൻ പൊന്നുഷ സന്ധ്യയല്ലേ. ഇപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്ത ആ വോയിസ് കേട്ടു. പക്ഷേ നമുക്ക് വാട്സപ്പിൽ എങ്ങനെ സെൻഡ് ചെയ്യാം? അതിനായിട്ട് നമ്മൾ ഈ റീപ്ലേ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പേ വാട്സപ്പിൻ്റെ ആ ഒരു വോയിസ് നമ്മൾ സെൻഡ് ചെയ്യുന്നുണ്ടല്ലോ, ആ ഐക്കൺ നമ്മൾ പ്രസ് ചെയ്ത് ഓൺ കൊടുക്കുക. അതായത് ഓൺ ചെയ്ത് വെക്കുക. ഞാനിപ്പോൾ ഓൺ ചെയ്ത് വെക്കുകയാണ്. അതിനുശേഷം റീപ്ലേ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ കേൾക്കുന്ന ആ സൗണ്ട് ഇതിലേക്ക് റെക്കോർഡായിട്ട് നമുക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കും. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാനിവിടെ ക്ലിക്ക് ചെയ്ത് ഓൺ ചെയ്യാണ് വാട്സപ്പിൻ്റെ ആ ഒരു മൈക്ക് ഐക്കണിൽ. ഉടനെ തന്നെ ആ റീപ്ലേ ബട്ടൺ കൂടി നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എന്തിനു വേറൊരു സൂര്യോദയം നീയൻ പൊന്നുഷ സന്ധ്യയല്ലേ.
തുടർന്ന് സെൻഡ് ചെയ്യുക. ഇപ്പോൾ ഞാൻ ആ ഒരു വോയിസ് ഇവിടെ സെൻഡ് ചെയ്തിട്ടുണ്ട്. ഓൺ വോയിസ് തന്നെയാണ് ഞാനിപ്പോൾ സെൻഡ് ചെയ്തത്. നമുക്കതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. എന്തിനു വേറൊരു സൂര്യോദയം, നീയൻ പൊന്നുഷ സന്ധ്യയല്ലേ. ഇതുപോലെ നമുക്ക് ഏത് വോയിസും ഏത് പാട്ടും ഓൺ വോയിസിൽ തന്നെ റെക്കോർഡ് ചെയ്ത് വെക്കാതെ നമുക്ക് റെക്കോർഡ് ചെയ്ത് അയച്ചു കഴിഞ്ഞാൽ ആ ഒരു മഞ്ഞ ഐക്കണിൽ നേരത്തെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ അയച്ച ആ ഒരു വോയിസ് ഇവിടെ ആ ഒരു മഞ്ഞ കളർ ഉണ്ടാകും. പക്ഷേ ഓൺ വോയിസ് ആകുമ്പോൾ അങ്ങനെ ഉണ്ടാകുകയില്ല. നമുക്ക് ഓൺ വോയിസിൽ തന്നെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് നമുക്കിതുപോലെ എക്കോ എഫക്റ്റിൽ നമുക്ക് വോയിസ് നമുക്ക് അയക്കാൻ സാധിക്കും. ഇനി അത് ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ, അതായത് സ്പ്ലിറ്റ് സ്ക്രീൻ നിങ്ങളുടെ മൊബൈലിൽ ഇങ്ങനെ കൊണ്ടുവരാൻ കഴിയുന്നില്ല എന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ മൊബൈലിൽ നിന്നും ആ ഒന്ന് ആക്റ്റീവ് ആക്കാൻ കഴിയുന്നില്ല, അവർക്ക് വേണ്ടി ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നടക്കും. ഞാനതും ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാം. ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു 2 സ്ക്രീനാക്കുന്ന ആ ഒരു സംഭവമൊന്നും നിങ്ങളുടെ മൊബൈലിൽ സെറ്റിങ്സിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടൊന്നും വരുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി ഇത് കൊണ്ടുവരാൻ സാധിക്കും. അതിനായിട്ട് പ്ലേ സ്റ്റോറിൽ നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ട് സ്പ്ലിറ്റ് സ്ക്രീൻ ഷോർട്ട് കട്ട് എന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിലൂടെയും നിങ്ങൾക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ സ്പ്ലിറ്റ് സ്ക്രീൻ ഡിസബിൾഡ് എന്നായിരിക്കും കാണുക. അതൊന്ന് ജസ്റ്റ് എനബിൾ ചെയ്ത് കൊടുക്കുക. ഓപ്പൺ ആൻഡ്രോയിഡ് സെറ്റിങ്സ് എന്ന് ഇവിടെ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ആപ്ലിക്കേഷൻ നിങ്ങളൊന്ന് അലോ ചെയ്ത് കൊടുക്കുക. ഇവിടെ ഇൻസ്റ്റാൾഡ് ആപ്പ് എന്ന ഭാഗം നിങ്ങൾ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴെ സ്പ്ലിറ്റ് സ്ക്രീൻ എന്ന ആ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ കാണുന്നുണ്ട്. ഞാനിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഓഫിലാണ് ഉണ്ടാകുക. അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. തുടർന്ന് അലോ കൊടുക്കുക. ഇവിടെ ആക്സസിബിലിറ്റി പെർമിഷൻ ചോദിക്കുന്നുണ്ട്. നമുക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല. ബാക്ക് വരാം. ബാക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഫ്ലോട്ടിംഗ് ബട്ടൺ എന്ന ഭാഗത്ത് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലോട്ടിംഗ് ബട്ടൺ ഓഫിലായിരിക്കും ഉണ്ടാകുക. ജസ്റ്റ് അതൊന്ന് ഓൺ ചെയ്തിട്ട് ടാപ്പ് ടു ടൊഗിൾ അല്ലെങ്കിൽ ലോങ് പ്രസ് ടു ടൊഗിൾ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതായത് എങ്ങനെയാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത്. ഞാനിവിടെ ടാപ്പ് ടു ടൊഗിൾ ഒരു പ്രാവശ്യം ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ ഇത് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഞാനിവിടെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞു. അത് തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ ഇവിടെ നടുവിൽ ഒരു ബ്ലൂ ഐക്കൺ വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമുക്കിനി അതിൻ്റെ മാത്രം ആവശ്യമേ ഉള്ളൂ. ഞാനിപ്പോൾ നേരെ ബാക്ക് വരികയാണ്. ബാക്ക് വന്നിട്ട് ഞാനിപ്പോൾ എക്കോ എന്നുള്ള നേരത്തെ കാണിച്ച ആ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ ഓപ്പൺ ചെയ്തു. അപ്പോൾ ആ നടുവിൽ ആ ബ്ലൂ കളറുള്ള ആ ഒരു ഐക്കൺ അവിടെ കിടക്കുന്നുണ്ട്. ഇനി എനിക്ക് വാട്സപ്പ് കൂടി ഇതിലേക്ക് കൊണ്ടുവരണം. ഞാൻ അവിടെ ടാപ്പ് ടു ടഗിളാണല്ലോ ഞാൻ സെലക്ട് ചെയ്തത്. ഞാനൊന്ന് ജസ്റ്റ് അതിലൊന്ന് ടാപ്പ് ചെയ്യണം. ടാപ്പ് ചെയ്ത ഉടനെ തന്നെ അത് പകുതിയിലാക്കി നേരത്തെ ഞാൻ കാണിച്ച ആ ഒരു ഓപ്ഷനിലേക്ക് സ്പ്ലിറ്റ് സ്ക്രീനായിട്ട് മാറിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള ആപ്ലിക്കേഷൻ തിരഞ്ഞെടുക്കാം. ഞാനിപ്പോൾ വാട്സപ്പ് ഇവിടെ തിരഞ്ഞെടുക്കുകയാണ്. വാട്സപ്പ് തിരഞ്ഞെടുത്തു. ഇനി വാട്സപ്പിൽ ആർക്കാണോ നമുക്ക് സെൻഡ് ചെയ്യേണ്ടത് അത് നമുക്ക് സെലക്ട് ചെയ്തതിന് ശേഷം നേരത്തെ ഞാൻ കാണിച്ച എല്ലാ ഓപ്ഷൻസുകളും ഇതിൽ നമുക്ക് കിട്ടും. നമുക്കിവിടെ പാട്ട് പാടാൻ പറ്റും, അല്ലെങ്കിൽ വോയിസ് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. അതിനുശേഷം റീപ്ലേ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് ആ വാട്സപ്പിൻ്റെ ആ ഒരു വോയിസ് ആ വോയിസ് നമ്മളെങ്ങനെയാണ് ടൈപ്പ് ചെയ്യുന്നത്, ഇതേപോലെ നമ്മൾ ആ വോയിസിൻ്റെ ആ ഒരു മൈക്കിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളിവിടെ റീപ്ലേ കൊടുത്താൽ മതി. റീപ്ലേ കൊടുക്കുമ്പോൾ തന്നെ ഇവിടേക്ക് ആ ഒരു ഓൺ വോയിസിൽ തന്നെ ഇത് ആഡ് ആകുന്നതായിരിക്കും. ഇങ്ങനെ നിങ്ങൾക്ക് സ്പ്ലിറ്റ് സ്ക്രീൻ നിങ്ങളുടെ ഇല്ലാത്ത മൊബൈലിൽ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടിയും ഇങ്ങനെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇനി ഇങ്ങനെ കാണിച്ചതൊന്നും നിങ്ങളെ മൊബൈലിൽ വർക്കാകുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് വേറൊന്നും ചെയ്യാനില്ല. റെക്കോർഡ് ചെയ്ത് വെച്ചത് നിങ്ങൾക്ക് അയക്കാനേ പറ്റൂ. പക്ഷേ ഇതിലൂടെ തന്നെ റെക്കോർഡ് ചെയ്ത് എക്കോ എഫക്റ്റോട് കൂടി നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്തത് ഓൺ വോയിസ് നിങ്ങൾക്ക് അയക്കാനും സാധിക്കും. പക്ഷേ ഓൺ വോയിസിൽ അയച്ചതായിട്ട് വരികയില്ല. എന്നാലും നിങ്ങൾ പാടിയ പാട്ട് നിങ്ങൾക്ക് അയക്കാൻ സാധിക്കും എക്കോ എഫക്റ്റോട് കൂടി. അതിനായിട്ടും ഇതിലൊരു ഓപ്ഷനുണ്ട്. നമ്മളിത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പാടി വെച്ച പാട്ടിപ്പോൾ ഇതിലുണ്ടാകും. പക്ഷേ ഇവിടെ ഒരു സ്റ്റാറിൻ്റെ ഒരു ചിഹ്നം നിങ്ങൾ കാണാൻ സാധിക്കും. അത് ബ്ലൂ കളറിലായിരിക്കും. ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് റെഡ് കളറായി മാറും. ഇങ്ങനെ റെഡ് കളറിലായിട്ട് മാറുമ്പോൾ നമുക്ക് ഈ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റെക്കോർഡിംഗ് എന്ന ഓപ്ഷനിൽ അത് വന്നിട്ടുണ്ടാകും. അത് റെഡ് കളറിലായിട്ട് മാറിയിട്ടില്ലെങ്കിൽ വരില്ല. ആ സ്റ്റാറിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഈ റെക്കോർഡിങ്സ് എന്ന ഭാഗത്ത് വരികയുള്ളൂ. ഇപ്പോൾ ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ റെക്കോർഡിങ്സിൻ്റെ ആ ഭാഗത്ത് ഇപ്പോൾ ഒരു പാട്ട് വന്ന് കിടക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ പാടിയ പാട്ടാണ്. ജസ്റ്റ് നിങ്ങൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ താഴെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സേവ് എന്ന്.
ഈ സേവ് എന്ന ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ സേവ് വിത്ത് എക്കോ എഫക്റ്റും ഉണ്ട്, അതുപോലെ തന്നെ സേവ് ഒറിജിനൽ റെക്കോർഡിങ്ങും ഉണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ എക്കോ എഫക്റ്റ് ആണല്ലോ വേണ്ടത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ ആ ഒരു ഭാഗത്ത് മാത്രം ടിക്ക് മാർക്ക് ഉണ്ട് ഓൾറെഡി. നിങ്ങൾ ഏത് ഭാഗത്താണ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ സേവ് വിത്ത് എക്കോ എഫക്റ്റ്, അതായത് എക്കോ എഫക്റ്റോട് കൂടിയിട്ടുള്ള ആ പാട്ട് നമുക്ക് വേണം, നമ്മുടെ മൊബൈലിലേക്ക് നമുക്ക് സേവ് ചെയ്യണം. അതിനായിട്ട് നമുക്കിവിടെ ഓക്കെ കൊടുത്താൽ മതി. ഓക്കെ കൊടുത്ത ഉടനെ തന്നെ അത് സേവ് ആകുന്നത് നിങ്ങൾ കാണാൻ സാധിക്കും. ഇപ്പോൾ സേവ് ആയിട്ടുണ്ട്. നമുക്കിവിടെ പ്ലേ ചെയ്ത് നോക്കാം. നമ്മുടെ ഗാലറിയിൽ അത് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഗാലറി ചെക്ക് ചെയ്യാണ്. ഗാലറി തുറന്നു കഴിഞ്ഞാൽ ഇവിടെ ഓഡിയോ എന്ന ഭാഗത്ത് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്കിവിടെ ഏറ്റവും മുകളിൽ തന്നെ ആ ഒരു ഓഡിയോ വന്ന് കിടക്കുന്നുണ്ടാവും. നമുക്കതൊന്ന് ഓപ്പൺ ചെയ്യാം. എന്തിനു വേറൊരു സൂര്യോദയം, നീയൻ പൊന്നുഷ സന്ധ്യയല്ലേ. ഇതുപോലെ നമുക്ക് അവിടെ നിന്ന് എടുത്തിട്ട് വാട്സപ്പിൽ സെൻഡ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു ഓപ്ഷനുകളൊന്നും തന്നെ ഇനിയിപ്പോൾ ഞാൻ കാണിച്ച ഇതൊന്നും തന്നെ നിങ്ങളുടെ മൊബൈലിൽ വർക്കാകുന്നില്ലെങ്കിൽ അവസാനത്തെ ആ ഒരു മാർഗ്ഗം എന്ന നിലയിലാണ് ഞാൻ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ കാണിച്ചത്. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു കാര്യം ഉപയോഗിച്ച് നോക്കുക. വാട്സപ്പിൽ പാട്ടുകൾ സെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ വാട്സപ്പിൽ എക്കോ എഫക്റ്റോട് കൂടി വോയിസുകൾ സെൻഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു മെത്തേഡ് വളരെയധികം ഉപകാരപ്രദമായിരിക്കും. എങ്ങനെയുണ്ട്? പൊളിച്ചില്ലേ? ഇതുപോലുള്ള ടെക് പരമായിട്ടുള്ള വീഡിയോകൾ, ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ഇനിയും പ്രതീക്ഷിക്കാവുന്നതാണ്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. Bye.